ഹേ ഗൈസ്, അപ്പം നമുക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യത്തിൽ ഗിഫ്റ്റ് വന്നിട്ട് ഒത്തിരി നാളായി ഇല്ലേ അമ്മ? എനിക്ക് ഒന്ന് ഈ ഗിഫ്റ്റാണ് ആദ്യം വന്നത് അല്ലേ. ഇത് വന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓണത്തിന് മുമ്പ് വന്ന കേട്ടോ. ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്. തെർമോക്കോളൊക്കെ വെച്ച് എന്താ ഒരു സൗണ്ട്? ഞാൻ അല്ല കേട്ടോ, ഞാനല്ല. എന്തൊരു സൗണ്ട്? അത് അവനെങ്ങനെ? അത് എനിക്കറിയത്, ഞാനല്ല. അളിയൻ കേട്ടോ? ഞാനും കേട്ട്. ഞാനല്ല. പോടാ ഉടനെ അത് നീ ഇത് നിരങ്ങിയ സൗണ്ട് ആയിരുന്നു. ഉടനെ പറയാ പാവപ്പെട്ട ഇവൻ ഹാപ്പി ആവുന്നത്. പാവം ഒരു കൊച്ചിറങ്ങ ഇവൻ വിടും കേട്ടോ. ഞാൻ ഒരുവട്ടം കേട്ടിട്ടുണ്ട്, അമ്മ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളെല്ലാരും കൂടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ഹാപ്പി കൂട്ടാനും ഉണ്ട്. നമുക്ക് പൊട്ടിക്കാച്ചാ. ഇത് അയച്ചിരിക്കുന്നത് സഫീല വി ആരാണ്? അമ്മയുടെ സുഹൃത്ത് കേട്ടോ, അമ്മയുടെ ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്താ അമ്മയുടെ. ഇത് പാലക്കാട് നിന്നൊക്കെ സുഹൃത്തുക്കളുണ്ടോ അമ്മയ്ക്ക്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവര് എല്ലാരും ഓൺലൈൻ തമ്മിലുള്ള ബന്ധങ്ങളാണ്. പരിചയം എത്ര നാളുള്ള പരിചയം? അത് നമ്മളേതാണ്ട് ഒരു വർഷം. പിന്നെ ഇത് ഓണത്തിന് വന്നതാ. ഇതൊന്നും നമ്മൾ ഓണം സെലിബ്രേഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് വന്നതാ. ഇത് അയച്ചിരിക്കുന്നത് കൊബി. നമ്മുടെ എനിക്ക് ഷർട്ട് ഒക്കെ അയച്ചു തന്നില്ലേ, അമ്മയ്ക്ക് സാരി, അച്ഛന് ഷർട്ട്, ചുരിദാറ്, വളയം എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. അലനെ അയച്ചേക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇതെനിക്ക് ഒന്ന് ഓണത്തിന് ഇതായിട്ട് വന്നതാ. ഓണത്തിനുള്ള ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതില്. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനമാണ്. ഇത് സർപ്രൈസ്. ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു വെറൈറ്റി ഒരു സാധനമാണ്. വെറൈറ്റി സാധനമാണ്, ഇത് സൂപ്പർ സാധനമാണ്. ഇതെന്തിനാ ഇത് മറ്റേ വലിയ കത്തി എടുത്തിട്ട് വാ. ഇതെന്തിന് ഇതൊരു ഇത് വേണ്ടേ? ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കണില്ല, പക്ഷെ എന്റെ മടി വെച്ച് പൊട്ടിക്കണം. ആദ്യം എനിക്ക് കാണണം. ഞാൻ ഇടയ്ക്ക് മറന്നു കേട്ടോ, എനിക്ക് കൈ ചെയ്യുന്നു. അത് ശരി, കേറി ഇരുന്ന് അൺബോക്സ് ചെയ്യല്ലേ. പൊട്ടിക്ക് ഹാപ്പി. ഹാപ്പി പൊട്ടിക്കാണ്. എടുക്ക്, പൊട്ടിക്കട്ടെ. തെർമോക്കോളിനുള്ളിൽ വീണ്ടും തെർമോക്കോൾ. പൊട്ടിക്കാൻ പറ്റില്ല. വലിയ ബോക്സ്. ഇതിനകത്തുണ്ടോ റിബണൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഓക്കേ, ഭയങ്കര പാക്കിംഗ് ആയിരുന്നു. ഫുള്ള് തെർമോക്കോള് കെട്ടൊക്കെ വെച്ച് കെട്ടിയാണ് വെച്ചേക്കുന്നത്. അഴിക്കട്ടെ, എവിടെ ഇതിനകത്ത് വലിക്കണ്ടേ? വെള്ളം പരി. ഓക്കെ, ഉദ്ഘാടനം കഴിഞ്ഞ് തുറക്ക്. ഇതെല്ലാത്തിനും നോക്കുവാണ് എന്തിനാന്ന്. മിക്കവാറും ഇവ അൺബോക്സിങ്. നമ്മുടെ ഫോട്ടോ അല്ലേ? ഹാപ്പി ഓണം. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴും ഓണമല്ലേ? താങ്ക് യു കേട്ടോ, താങ്ക് യു. നോക്ക്, അടിപൊളിയായിട്ട് പാക്ക് ചെയ്തേക്കുന്നത് ഗൈസ്. വേണ്ടേ? അമ്മയ്ക്ക് സാരി ഉണ്ട്. പിന്നെ ഇത് അച്ഛനുള്ള ഞാൻ തോന്നുന്നു XXL. അച്ഛനുള്ള ഷർട്ടും ഉണ്ട്, എനിക്കുള്ള ഷർട്ടും ഉണ്ട്. വേണ്ടേ? അവിടെ കുറച്ച് ഫ്ലവേഴ്സ്, മുട്ടായി. അടിപൊളിയായിട്ടോ. വിഷുവിന് എടുത്ത ഫോട്ടോ. ഫുൾ കൈ കേട്ടോ, കൊള്ളാം, കളർ കൊള്ളാം. വയലറ്റ് കളറ് കസവ് വരുന്ന കേട്ടോ. കസവല്ലല്ലേ ഇതിന് ഇങ്ങനെ വരുന്നതിന് എന്തിനാ പറയുന്ന പേര്? മുന്താണി. മേ ബി ഈ ഷർട്ട് എനിക്ക് ചെറുതാവാൻ ചാൻസ് ഉണ്ട്, കാരണം സ്മാൾ അല്ല, എൻ്റെ ഇത് മീഡിയം ആണ്. എന്നാലും ഇത് സൈസ് ആവാൻ തോന്നുന്നു അല്ലേ? അതേ കരയുള്ള ഇതേണ്ട മുണ്ട്, പച്ചക്കരയുള്ള ഇതിനും അതേ കണക്കാണ്. അച്ഛനും അതേ സെയിം കരയുള്ള മുണ്ട്. സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫ്രണ്ടാ. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും അമ്പലത്തിൽ പോകുമ്പോ ഇടാ ഇല്ലേ ചാ? പൂ മണം ഉണ്ടമ്മ? ഉണ്ടമ്മ. അമ്മ ഇത് ഒറിജിനലാ? ഇത് അല്ല, റബ്ബർ. ഇത് മറ്റേ പൂവല്ല കേട്ടോ, റബ്ബറിന്റെ. ഈ റോസിന്റെ മണം. ഒരു പാക്കറ്റ് ബൗണ്ടി വന്നായിരുന്നു, പക്ഷെ അത് ബൗണ്ടിയാന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് പൊട്ടിച്ച് തിന്ന്. അത് കൊല്ലത്തുനിന്ന് ഒരു ടീച്ചർ എനിക്ക് അയച്ചു തന്നതാ. ഒരു പൊട്ടി ബൗണ്ടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കുത്തിയിരുന്നു. അത് ഞാന് ആദ്യമേ കൊച്ചു പറഞ്ഞ് അമ്മ അതിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞു. അതല്ല, നമ്മൾ ഇതിന്റെ കൂടെ പൊട്ടിക്കാനായിട്ട് വെച്ചിരുന്ന സാധനമാണ്. പിന്നെ പൊട്ടിക്കാൻ പറഞ്ഞ് പിന്നെ എനിക്ക് അറിയായിരുന്നു. അത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് ബൗണ്ടി ആണെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ചെവിട് കീറി എടുത്ത് ബൗണ്ടി ആണെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ അത് പൊട്ടിച്ചത്. അല്ലെങ്കിൽ പൊട്ടിക്കുന്നില്ലായിരുന്നു. എടുത്തെടുത്ത് എല്ലാരും തിന്ന്. തീർന്നു പോയാട്ടോ, സോറി. താങ്ക് യു സോ മച്ച് ചേട്ടാ. അതിനും ബൗണ്ടി അച്ഛനും താങ്ക് യു സോ മച്ച്. കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായി ആയിരുന്നു. ഇത് അങ്ങോട്ട് വെക്കും. ഇനി അടുത്തായിട്ട് എടുക്കും. അന്ന് അയച്ച ചുരിദാർ തയ്ച്ച് കിട്ടിയില്ല.
ഓണത്തിന് വരാന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചിട്ടില്ല. ഇത് പൊട്ടണ വല്ല സാധനമാണോ എന്തോ. ഹാൻഡിൽ വിത്ത് കയറുന്ന കഴിയിട്ടുണ്ട്. ഇതിനും റിബൺ ഉണ്ട് കേട്ടോ, നമുക്ക് റിബൺ അഴിക്കാം. ആ ഷർട്ടും മുണ്ടും ഇതും ഓണത്തിന് വന്ന കേട്ടോ. ഹാപ്പി ഓണം. ഒരു കാർഡൊക്കെ ഉണ്ട്. ഓണം കഴിഞ്ഞപ്പോഴാ പൊട്ടിക്കുന്ന മൊത്തം. സത്യം വലിയ എനിക്ക് വിഷമം വരുന്നു. ഇത് ഷർട്ട് അടിപൊളി സൂപ്പർ ഷർട്ട് അല്ലേ. എനിക്കൊന്നും ഇത് അച്ഛൻ്റെ സൈസ് ആവും തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അച്ഛന് ഒത്തിരി പോക്കറ്റുള്ള ഷർട്ടാണ് ഇഷ്ടം ഇല്ലേ ചാ? ഇവിടെ പേഴ്സ്, ഇവിടെ ഫോണ്, ചില്ലറ. സാരിയാണോ? സാരി അല്ലേ? സാരി, ഇത് സാരി, താമരയുടെ പടമുള്ള സാരി. ഇത് സൂപ്പർ ലുക്കായിരിക്കും കേട്ടോ. ഇത് പ്രിന്റാണ്, പെയിന്റിങ് അല്ല, പ്രിന്റാ. പിന്നെ വേറൊരു മുണ്ടും ഉണ്ട് കേട്ടോ, കഥകളിന്റെ പടമുള്ളത്. ഒത്തിരി പടമുണ്ടോ? ഇതിന്റെ കളറാണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ പടം. നമുക്ക് എന്തിനാ ചെന്നിങ്ങനെ ധൈര്യമായിട്ട് നോക്കുന്ന? അന്ന് പൊട്ടിച്ചില്ലല്ലോ, അതാണ് സമയം കിട്ടിയില്ല. പിന്നെ ആശുപത്രി പോകും, ഹോസ്പിറ്റലിലെ കേസ് ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം. ഇതൊരു ഷർട്ടാണ് കേട്ടോ. ഇത് എനിക്കൊന്ന് അച്ഛനുള്ളതാന്ന് തോന്നുന്നു. ലിനിൻ ഷർട്ടാ, ഇടാൻ നല്ല സുഖം. ഇതും കൊള്ളാം. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷർട്ട്. എല്ലാവർക്കും സാരിയും ഡ്രസ്സും ഒക്കെ ആയാലും ഹാപ്പി. ഓക്കെ ഗൈസ്, ഇതൊന്ന് മടക്കി വെക്കമ്മ. അച്ഛൻ ഷർട്ട് കിട്ടും കേട്ടോ. സൈസ് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് സ്റ്റിച്ച് ഇല്ല, തയ്ച്ച ഷർട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഓവർ വണ്ണമല്ല, എന്നാ നല്ല ഇതില് കറക്റ്റ് ഫിറ്റ്. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസാണ്. ഇതും വന്നിട്ട് കുറേ നാളായി. എല്ലാവരും ഒരുമിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞിട്ടിരുന്നു. ഒരു സൈഡ് പൊട്ടിക്കണേ. പഞ്ഞു മാത്രമേ ഉള്ളൂ. ബട്ട് ഞാൻ ഓർഡർ ചെയ്ത കളറ് ഇതല്ല. കളറ് മാറിപ്പോയല്ലോ. ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത്. മാറി വേറെ ഇരിപ്പുണ്ട്. ഒരു ജീപ്പ് റൂബിക്കോൺ ആണ് കേട്ടോ അത്. 25 കഴിഞ്ഞു. ഇങ്ങനെ കൂടി പോവും. എടി ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ല. ബട്ട് കണ്ടോ, എന്റെ ഡോറൊക്കെ ഇങ്ങനെ തുറക്കും. ഇത് തുറക്കും, അടയും. ഇതും തുറക്കും. കണ്ടേ, അടയും. ഡിക്കിയും തുറക്കും തോന്നുന്നു. ഡിക്കിയും തുറക്കും. ഇത് നമുക്ക് ഇനി അടയ്ക്കാം. ജീപ്പ് റൂബിക്കോൺ കൊള്ളാം വെച്ചാ. അടിപൊളി. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ല. ഇനി റിട്ടേൺ കൊടുക്കാമോ എന്തോ? ഇത്രയും ദിവസമായില്ലേ. കൊള്ളാല്ലേ? ഇതിനകത്ത് കളിക്കണം അവനെ. വേണ്ടേ? തരത്തില്ല. നമുക്ക് ഈ ഫ്രണ്ട് ബോണറ്റ്. ഇത് ഷോക്ക് അബ്സർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ അനങ്ങും. കേറി നിന്നാൽ നമുക്ക് ടെസ്റ്റ് നടത്തിയാലോ. ഇപ്പൊ മസാലയാവും. വേണ്ടേ, ഷോക്കൊക്കെ വർക്കാ ഇതിന്റെ. ഇതെന്തോ ഞാൻ വീഡിയോ ഉണ്ട്. അതേണ്ട ഇത് ഊരിയെടുക്കുക. വേണ്ടേ, വണ്ടയിലത്തെ സാധനം ഊരിയെടുക്കുക. അത് മാറ്റിയൊക്കെ കേട്ടോ. ഇത് കൊള്ളാല്ലേ, സെറ്റ് സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഊപ്പർ സാധനമല്ലേ. അകത്ത് സ്റ്റിയറിങ്, സീറ്റ്. മൂടി ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? മൂടി ഉള്ളത് നല്ലത്. ആണോ? കുതിരയോ? നാളെ രാവിലെ പണിക്ക് പോകുമ്പോൾ ഇതിനകത്ത് നോക്കിയുള്ളൂ. ജീപ്പ് റാംഗ്ലറിൽ പോകും. ഇത് ഓണാക്കാൻ പറ്റുമോ? എടേ, ഓ സൗണ്ട്. സൗണ്ട് കണ്ട, ഇത് നിസാര വണ്ടിയല്ല. കണ്ടോ, ഇത് സൗണ്ട് കണ്ടോ? ഇതേ അതാ. എന്നിട്ട് ബാക്കിലോട്ട് പിടിച്ചാൽ ഉരുട്ടണം, തറയിലോട്ട് വെച്ച്. കണ്ട, ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തോ? ഓഫായോ? എവിടെ കൊക്കെ വീണ്. അപ്പോൾ അത്രയുള്ള ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ. താങ്ക് യു ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മൾ സിനിമ കാണാനായിട്ട് എത്തി കേട്ടോ. ലോക. ഞാൻ ലോക ഓൾറെഡി കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ? ഇവർ കണ്ടില്ലായിരുന്നു. കാണിക്കാനായിട്ടൊന്ന് കിടിലും പടവും.
സൂപ്പർ പടം. സിനിമ ഇറങ്ങിയിട്ട് എത്ര ദിവസം എന്ന് പറയും. ഇപ്പോഴും നോക്കി പാർക്കിംഗ് എല്ലാം ഫുള്ള്. പ്രേതപടവാ, പോസ്റ്റ് പടം. യശി നീലി, കല്ലിങ്ങാട്ട് നീലി. അതുകൊണ്ട് ഈ ഇതിന്റെ മണ്ടയിൽ കണ്ടാച്ചത് തേനീച്ചന്റെ കൂട് കണ്ടത്. അതുകൊണ്ട് കണ്ടത് അവിടെ ഉണ്ട്, അപ്പുറത്തോട്ടും ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കണ്ട തേനീച്ച കൂടാ. അച്ഛാ അതില് കല്ലെടുത്തിറങ്ങി മൊത്തം കൂടെ ആവൂലേ. ഒരു കല്ലിഞ്ഞെടുക്കാവൂ. എല്ലാരും വണ്ടി എടുത്ത് ഇപ്പൊ പോകും. പടം തുടങ്ങി ഹാഫ് ടൈം ആയി കേട്ടോ. ഞങ്ങൾ കേറിയപ്പോഴത്തേന് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഇതെന്താ ഇത് വലുത് അപ്പോ? പൊട്ടിക്ക മുതുക്ക് സാൻഡ്വിച്ച് ഗൈസ്. മറ്റേതായിരുന്നു നല്ലത്. ഇത് രസമല്ല, ഭയങ്കര ഉപ്പ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി, സൂപ്പർ അല്ലായിരുന്നു. നീലി അടുത്ത ചാത്തായി. പണ്ട് ഇതുപോലത്തെ ഒരു സിനിമ ഇല്ലായിരുന്നു വെച്ചാ, കല്ലിങ്കാട്ട് നീലിയുടെ കൊച്ചിലല്ലേ. സിനിമകൾ ഒരുപാടുണ്ട്. സിനിമ എന്തായാലും കിടിലമാണ്. ഇപ്പൊ എല്ലാരും ഓൾറെഡി കണ്ടു കാണും. ഞാൻ റിവ്യൂ ഒന്നും ഇട്ടില്ലായിരുന്നു. എന്തായാലും സിനിമ സൂപ്പർ ആയിരുന്നു കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ആ ഒരു മടുപ്പൊന്നുമില്ല, ബോറടിയൊന്നുമില്ല. പക്ഷെ പ്രേതത്തിന് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നില്ലേ അല്ലേ? ആ ഒരു ന്യൂ ജനറേഷൻ പ്രേതം ആണെങ്കിൽ നമുക്ക് ആ ഒരു വെറുപ്പീര് തോന്നത്തില്ല. ഒരു സൂപ്പർ ഹീറോ പ്രേതം. പ്രേതത്തിനും യക്ഷിക്കൊക്കെ ഫോണൊക്കെ വിളിക്കുക, വെടി വെക്കുക. പിന്നെ അവർക്ക് ചോര മാത്രമേ കൊടുത്താൽ മതി. അതായത് അവർക്ക് മരണമില്ലല്ലോ വെച്ചാ, അവരും ഈ മനുഷ്യരെ പോലെ ജീവിക്കുന്ന. ചിലപ്പോ നമ്മുടെ അവിടെ കാണുമായിരിക്കും അങ്ങനത്തെ ചാത്തനൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അതുപോലെ നീ അല്ലേ ചാത്തൻ. അതാ ഇപ്പൊ കൈ തൂക്കിയിട്ടുണ്ട് നടക്കുക. അത് ചാത്തന്റെ മാജിക് ആണ്. അങ്ങനെയൊക്കെ അത് ഇടയ്ക്ക് ചാത്തന് വയ്യാതാവും. അപ്പ ഇത് പറഞ്ഞറിയാമോ? ഞാൻ എന്റെ ചോര ഇത് കുടിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അച്ഛന്റെ ചോര കുടിക്കുന്നു അമ്മ. ഇത്രയും ദിവസമായിട്ടും തിയേറ്ററിൽ ഇപ്പോഴും തിരക്കാണ്, ഹൗസ് ഫുള്ള്. ഇന്നലെ ഞാൻ ടിക്കറ്റ് നോക്കിയിട്ടും കിട്ടിയില്ല. ഇപ്പോഴും അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നല്ല സിനിമ ആണെങ്കിൽ പ്രൊമോഷൻ്റെ ഒരു ആവശ്യമില്ല, ഓടും. ഈ സിനിമ ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നുന്നു പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. സിനിമ ഇറങ്ങി ക്ലിക്കായി, സെറ്റ്. പാട്ടുണ്ടല്ലോ, 1-2 പാട്ടുകളുണ്ട്. ലാസ്റ്റ് ഒരു പാട്ടുണ്ടല്ലോ, പ്രിയദർശന്റെ മോളല്ലേ? ആ, കല്യാണി. പെർഫോമൻസ് അടിപൊളി കേട്ടോ. ആ ഫൈറ്റും ആ ഒരു കറക്റ്റ് കാസ്റ്റിംഗ് അല്ലേ. വേറെ ആരും വന്നാലും ആ ഒരു ഇത് വരത്തില്ല. ആ ചിരിക്കത്തില്ല, അതൊന്നും രക്ഷയില്ലേ. ചുമ്മാ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്ര മതി. അതൊക്കെ നോക്കി ചിരി ഇങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള വെറൈറ്റി വീഡിയോ ആണ്. കൂടി ചാത്തനും മറന്നേക്ക് കൂടി.